PSC ഡയറിയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ 65-ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള ആനുകാലിക സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ സമകാലികമെന്ന് കൊടുത്തിട്ടുണ്ട്. 2024 ജനുവരിയിലെ വിവരങ്ങളാണ്. ഈ വർഷത്തെ ജനുവരിയിലെ വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതേ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം സെറ്റ് 1ഉം സെറ്റ് 2ഉം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് സന്ദർശിച്ച് അത് കാണാവുന്നതാണ്. പ്ലേലിസ്റ്റിൽ 65-ാം വാർഷിക ബുള്ളറ്റിൻ 65-ാം വാർഷിക എഡിഷൻ എന്ന് കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അത് സന്ദർശിച്ച് കാണാവുന്നതാണ്. ആനുകാലിക വീഡിയോസൊക്കെ അതിലുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ഇത് 2024 ജനുവരിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ അത് PSC ബുള്ളറ്റിലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. 2024 പുതുവർഷം ആദ്യം എത്തിയ സ്ഥലം എന്ന് പറയുന്നത് കിരിബാറ്റിയാണ്. കിരിബാറ്റി 2024 പുതുവർഷം ആദ്യം എത്തിയ സ്ഥലം കിരിബാറ്റി. ഇന്ത്യ UAE സംയുക്ത സൈനികാഭ്യാസമായ ഡെസേർട്ട് സൈക്ലോണിന് വേദിയാകുന്നത് രാജസ്ഥാനാണ്. ഡെസേർട്ട് സൈക്ലോണിന് അത് കണക്ട് ചെയ്യാതെ ഡെസേർട്ടും രാജസ്ഥാനിലെ മരുഭൂമി ഉണ്ടല്ലോ, ഡെസേർട്ട് സൈക്ലോണിന് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും UAEയും തമ്മിൽ. നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അടുത്ത ഒരു ചോദ്യമാണ്, പോയിന്റാണ് ഫെഫ്ക എന്ന് പറഞ്ഞാൽ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള. ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് സിബി മലയിലാണ്. ഇത് 2024 ജനുവരിയിലെ വിവരങ്ങളാണ്. അതായത് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ഇതുണ്ടാകും. നിങ്ങൾ ദിവസവും എല്ലാ മാസവും ഒക്കെയുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഈ സിബി മലയിൽ ഇതേപോലുള്ള പൊസിഷൻസ് ഒക്കെ മാറിയാൽ അറിയാൻ പറ്റൂ. അപ്പോൾ ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ്, ഇതെന്തായാലും ഏറ്റവും ഫ്രഷ് പോയിന്റാണ്. സിബി മലയിലാണ് ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ്, സിബി മലയിൽ. അടുത്തത് PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. നല്ലൊരു ചോദ്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ആണ്. 2024 ദേശീയ യുവജന പുരസ്കാരത്തിന് അർഹനായത് ബിസാത്തി ഭാരതാണ്. ബിസാത്തി ഭാരത് 2024 ദേശീയ യുവജന പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ബിസാത്തി ഭാരത്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വൃന്ദാവൻ. ഇത് മധുര എന്നാണ്. 2 മധുരയുണ്ടെന്നറിയാലോ. ഇത് മധുര, ഇത് UPയിലെ മധുരയാണ്, അതായത് ഉത്തർപ്രദേശിലെ മധുരയാണ് ഈ മധുര. ഇനി മറ്റേത് മധുര, അത് നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയാണ്. ഇങ്ങനെ 2 സ്ഥലങ്ങളുണ്ട് അല്ലെ, മധുര എന്ന പേര്. ഒന്ന് ഇത് ലെറ്റർ ശ്രദ്ധിച്ചാൽ മതി. ഈ മധുര UPയിലാണ്, ഉത്തർപ്രദേശിൽ. വൃന്ദാവൻ, പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വൃന്ദാവൻ. നമ്മുടെ ചാനലിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ മിക്കവാറും PSC ബുള്ളറ്റിൻ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ടുള്ളതുകൊണ്ട് അവർക്കിത് എളുപ്പമായിരിക്കും. കാരണം ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റുകളാണ്. അടുത്തത് ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് സംവിധാനം. ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് സംവിധാനം സൃഷ്ടിക്കാൻ IIT മദ്രാസുമായി സഹകരിക്കുന്ന കമ്പനിയാണ് ആർസലർ മിത്തൽ എന്നാണ് കമ്പനിയുടെ പേര്. ആർസലർ മിത്തൽ എന്നാണ്. ആർസലർ മിത്തൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മഹാകവിതൈ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നാണ്. മഹാകവിതൈ വൈരമുത്തുവിൻ്റെതാണ്. മഹാകവിതൈ എന്ന പുസ്തകം രചിച്ചത് വൈരമുത്തു. അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപയാണ്. അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 100 സിക്സറുകൾ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 100 സിക്സറുകൾ നേടിയ ആദ്യ താരം മുഹമ്മദ് വാസിം ആണ്. നിങ്ങൾ ഈ പോയിന്റ്, ഇത് ശരിക്കും പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയല്ല വേണ്ടത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ചുറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. നമ്മളൊരു പത്രം വായിക്കുമ്പോൾ അത് സിമ്പിളായിട്ട് വായിച്ചല്ലേ മനസ്സിലാക്കുന്നത്. അതേപോലെ ഒരു സിമ്പിളായിട്ടൊരു മൈൻഡ് മതി ഇത് മനസ്സിലാക്കുന്നത്. അതായത് പഠിക്കുകയാണെന്ന് ഒരു ബോധത്തിനേക്കാൾ കുറച്ച് നമുക്ക് ചുറ്റുവട്ടത്ത് നടക്കുന്ന കുറച്ച് പുതിയ കാര്യങ്ങൾ അറിയുകയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്നാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നോക്കിയാൽ മതി, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ 100 സിക്സറുകൾ നേടിയ ആദ്യ താരമാണ്. ആരൊന്ന് ആലോചിച്ച് നോക്കി, ആരാണ് അത്? മുഹമ്മദ് വാസിം. അടുത്തത് 2024 ഹെങ്ക് കൊടുങ്കാറ്റുകളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് പേരിടുന്ന രാജ്യം ചോദിക്കാറുണ്ട്, വീശിയടിച്ച സ്ഥലം ചോദിക്കാറുണ്ട്. അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. 2020 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു കാര്യം നോക്കൂ, ഈ കഴിഞ്ഞ ഒരു PSCയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് എപ്പോഴാണോ പരീക്ഷ നടക്കുന്നത് അതിനകത്ത് ഒരു 3-4 മാസം മുമ്പുള്ളത് വളരെ വളരെ ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട്. അതിന് തൊട്ട് 3-4 മാസം മുമ്പുള്ള പ്രത്യേകിച്ച് കൊടുങ്കാറ്റോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇനിയിപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്ന പരീക്ഷ
പരീക്ഷയിൽ ഈ 2024 മാർച്ച് തൊട്ടുള്ളത് വളരെ വളരെ പക്കയായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഹെങ്ക് കൊടുങ്കാറ്റ് സാധ്യതയുള്ളതാണ്. 2024 ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണെന്നാണ്. ഇത് UK-യിലാണ്, യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. 2024 ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് യുണൈറ്റഡ് കിങ്ഡം UK-യിലാണ്. അതേപോലെ UAE-യിൽ ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല ഏതാണെന്നാണ്. എവിടെയാണ്? UAE-യിലാണ് അല്ലെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദുബായ് അല്ലെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അറേബ്യൻ രാഷ്ട്രത്തിലാണ് അല്ലെ. UAE-യിൽ ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല അത് ഭാരത് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഭാരത് പാർക്ക്. ആഗോള AI ഉച്ചകോടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉച്ചകോടി 2024. ആഗോള AI ഉച്ചകോടി 2024 വേദിയാകുന്നത് കൊച്ചിയാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പോയിന്റാണിത് അല്ലേ. ഇപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വളരെ പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണിത് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ഒരു ആഗോള AI ഉച്ചകോടിയാണ് അല്ലേ, ലോകരാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയാണ് 2024 നമ്മുടെ കൊച്ചിയിലാണ് അതിന് നടക്കാൻ പോകുന്നത്, വേദിയാകാൻ പോകുന്നത്. ആഗോള AI ഉച്ചകോടിക്ക് വേദിയാകാൻ പോകുന്നത് 2024 വേദിയാകാൻ പോകുന്നത് നമ്മുടെ കൊച്ചിയാണ്. ഉത്തർ പൂർവി മഹോത്സവം 2024 വേദി ന്യൂഡൽഹിയാണ്. ഉത്തർ പൂർവി മഹോത്സവം. എന്താണ് ഈ മഹോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എന്തായാലും PSC കൊടുത്തിട്ടുള്ളതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഉത്തർ പൂർവി മഹോത്സവം അല്ലെ, ഉത്തർ പൂർവി മഹോത്സവം 2024 വേദി ന്യൂഡൽഹിയാണ്. ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, അത് കൊള്ളാലോ, ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് യമുന നദിയിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് നദിയിലാണ്? യമുന നദിയിലാണ്. അടുത്തിടെ അന്തരിച്ച ബസ്ദിയോ പാണ്ഡെ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്? ബസ്ദിയോ പാണ്ഡെ, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ അല്ലെ. ബസ്ദിയോ പാണ്ഡെ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്? ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ. ബസ്ദിയോ പാണ്ഡെ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു അല്ലെ, പാണ്ഡെ എന്ന് കേട്ടിട്ട് ഇന്ത്യൻ വംശനാണെന്ന് തോന്നുന്നു. അപ്പോൾ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ എന്ന് ഓർത്തിരിക്കുക. ആത്മനിർഭർ ഭാരത് ഉത്സവ് 2024 വേദി ന്യൂഡൽഹിയാണ്. ആത്മനിർഭർ ഭാരത് ഉത്സവ് 2024 വേദി ന്യൂഡൽഹിയാണ്. ഇപ്പോൾ ഇത് ഉത്സവങ്ങളുടെ സീസണാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഡൽഹിയിലെ ഒരു ഉത്സവം ഉണ്ട് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് വെക്കുക അല്ലെ. ഡൽഹിയിൽ ഇപ്പോൾ ഉത്സവത്തിൻ്റെ സീസണാണ്. ഡൽഹിയിലെ ഉത്സവം എന്താണ്? ആത്മനിർഭർ ഭാരത് ഉത്സവ് അല്ലേ. ആത്മനിർഭർ ഭാരത് ഉത്സവ്. അടുത്തത്, ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിങ്ങിൻ്റെ വേദി എവിടെയെന്നാണ്? അത് കൊൽക്കത്തയിലാണ്. ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിങ്ങിൻ്റെ വേദി കൊൽക്കത്ത. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാറാണ്. കൃതി നാരകങ്ങളുടെ ഉപമ എന്നാണ്. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. നമ്മൾ നമ്മുടെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ബഷീർ അവാർഡുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ടില്ല, ഇതിന് മുമ്പുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക. കാരണം ബഷീർ അവാർഡൊക്കെ ചോദിക്കാറുണ്ട്. ബാലമണിയമ്മ അവാർഡ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കടമ്മനിട്ട രാമകൃഷ്ണൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഠിക്കുക. ഇതൊക്കെ ട്രെൻഡ് മാറിയിട്ടുണ്ടല്ലോ PSC. ഏതാ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാറാണ്. കൃതി നാരകങ്ങളുടെ ഉപമ. ഈ കൃതി ഓർത്തു വയ്ക്കുക, കാരണം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. നാരകങ്ങളുടെ ഉപമ എന്ന കൃതി രചിച്ചതാര്? ഇ സന്തോഷ് കുമാർ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവാണ് ഇ സന്തോഷ് കുമാർ. അടുത്തത് 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണി ദാസനാണ്. ഹരിവരാസനം പുരസ്കാരം നമുക്കെപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. ഹരിവരാസനം പുരസ്കാരം, അതേപോലെ തന്നെ ചിത്രതിന്നാൾ പുരസ്കാരം, സ്വാതി സംഗീത പുരസ്കാരം, പിന്നെ നിശാഗന്ധി പുരസ്കാരം, ഇതൊക്കെ നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന പുരസ്കാരങ്ങളാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം എഴുതി തന്നെ പഠിക്കുക. 2024 ഹരിവരാസനം പുരസ്കാരം കിട്ടിയതാർക്കാണ്? വീരമണിദാസൻ അല്ലെ. നമ്മൾ വീരമണി കണ്ഠനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്വാമി അയ്യപ്പനെ സ്തുതിക്കാറുണ്ടല്ലോ. അപ്പോൾ ഹരിവരാസനം പുരസ്കാരം വീരമണി അല്ലെ, വീരമണി കണ്ഠനെ എന്നൊക്കെ പറഞ്ഞ്, വീരമണി കണ്ഠൻ എന്ന് പറയുന്നത് അദ്ദേഹമാണല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഞാനിപ്പോൾ ഇത് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ചിലപ്പോൾ ഇത് പേര് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. വീരമണി ദാസൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വാമി അയ്യപ്പൻ അല്ലെ, വീരമണി കണ്ഠൻ എന്നറിയാറുണ്ട്. അപ്പോൾ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണി ദാസനാണ്. അടുത്തിടെ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ച ലൈബീരിയൻ കപ്പൽ. ഇത് ചിലപ്പോൾ ചോദിക്കാവുന്ന കപ്പലിൻ്റെ പേരായിരിക്കത്തില്ല, ഇത് ആരുടെ കപ്പലെന്നായിരിക്കും. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ലൈബീരിയയുടെ കപ്പലാണ്. MV ലീല
നോർഫോക്ക്. എന്താണ് ആ കപ്പലിൻ്റെ പേര്? കപ്പലിൻ്റെ പേരും പഠിക്കണം കേട്ടോ. MV ലീല നോർഫോക്ക്. INS ചെന്നൈ ആണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട കപ്പൽ. ഇത് മൂന്നും നല്ല പോയിന്റുകൾ തന്നെയാണ്. അടുത്തിടെ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ച ലൈബീരിയയുടെ കപ്പലാണ് MV ലീല നോർഫോക്ക്. INS ചെന്നൈ ആണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട കപ്പൽ. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത്, ആ പുസ്തകത്തിൻ്റെ പേരെന്താ? മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. അല്ലേ? ഇദ്ദേഹം ഇങ്ങനെ എല്ലാവരുടെയും ഒരു ജീവചരിത്രങ്ങളൊക്കെ എഴുതുന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ MK സാനു ആണ്. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ. ഈ സയൻസ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ഗവൺമെൻറ് സയൻസ് കോൺഗ്രസ്സിന് ഫണ്ടില്ലാത്തത് കൊണ്ട് അത് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സയൻസ് കോൺഗ്രസ് ഫണ്ടിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് നിന്നുപോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് സാധ്യതയുണ്ട്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, 108 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂരാണ്. 108ാമത് നാഗ്പൂറാണ് 108ാമത്. ഓർത്തിരിക്കുക. ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ആദിത്യ L1 എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ച് പോയിന്റ് 1 എന്നുള്ളതാണ്. അപ്പോൾ ആ ലഗ്രാഞ്ച് പോയിന്റിലാണ് ആദിത്യ എത്തുന്നത്. അവിടെ എത്തിയത്, അതായത് ഡെസ്റ്റിനേഷനിൽ എത്തിയത് എന്നാണെന്നാണ്. അത് 2024 ജനുവരി 6-നാണ്. 2024 ജനുവരി 6-നാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അതുതന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഏറ്റവും പുതിയ വിവരങ്ങളായിരിക്കും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ടതായിട്ടും ISROയുമായി ബന്ധപ്പെട്ട വിക്ഷേപണങ്ങളാണ്, അതിൻ്റെ ഡേറ്റും അതിൻ്റെ മറ്റു കാര്യങ്ങളും, കൂടെ വിക്ഷേപിച്ച രാജ്യങ്ങളോ അവരുടെ ഉപഗ്രഹങ്ങളോ ഇതൊക്കെയായിരിക്കും ചോദിക്കുന്നത്, അതിൻ്റെ വാഹനങ്ങൾ. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു തരത്തിൽ ചോദിക്കുമ്പോൾ വന്നേക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. എന്താണ് ആദിത്യ L1 അല്ലെ? ആദിത്യ L1 അല്ലെ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ്? 2024 ജനുവരി 6-നാണ്. നിങ്ങൾ കണ്ണടച്ച് മനസ്സിലായ ഡേറ്റ് ആലോചിക്കുക. 2024 ജനുവരി 6-നാണ്. MK സാനു പുരസ്കാരത്തിന് അല്ലെ? MK സാനു പുരസ്കാരത്തിന് അത് 25,000 രൂപയാണ് പുരസ്കാര തുക. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായരാണ് അല്ലെ? MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായരാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളും അവിടുത്തെ സംഭവവികാസങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയാണ്. ഇതുപോലെ നമ്മൾ അടുത്ത മുഹമ്മദ് മൊയ്സും ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അടുത്തത്, എത്രാമത്തെ പ്രാവശ്യമാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായത്? ഇത് 5ാം തവണയാണ് ഇവർ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. എത്രാമത്തെ പ്രാവശ്യമാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായത്? 5ാമത്തെ പ്രാവശ്യമാണ്. അടുത്തത്, യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ നല്ലൊരു പോയിന്റ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി നമ്മുടെ ഇന്ത്യയാണ്. കണ്ണടച്ചാലോചിക്കുക. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യയാണ്. ഇനി ഇത് നിങ്ങൾ പഠിക്കേണ്ടി വരത്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് നമുക്ക് ചുറ്റുവട്ടത്ത് ജനുവരി ഈ 2024 ജനുവരിയിൽ നടന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമ്മൾ പത്രം വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടും കണ്ടും പോയേനെ. ന്യൂസ് കണ്ടാലും മതി. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ എപ്പോഴും നല്ലത് ന്യൂസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി 2023 ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ അട്ടൽ ആണ്. ഗബ്രിയേൽ അട്ടൽ. ഞാൻ നമ്മുടെ കറണ്ട് അഫയേഴ്സ് BSc ബുള്ളറ്റിൽ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പോയിൻ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് എന്നാണ് അന്ന് പറഞ്ഞത് അല്ലേ? ഫ്രാൻസിൻ്റെ പുതിയ ഈ ഫ്രാൻസിന് ഇപ്പോൾ പ്രാധാന്യം ഉണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിപ്പബ്ലിക് ദിന അതിഥി എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? ഇപ്പോൾ ഫ്രാൻസിന് പുതിയ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗബ്രിയേൽ അട്ടൽ അല്ലേ? ഗബ്രിയേൽ അട്ടൽ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇദ്ദേഹം ഒരു സ്വർഗാനുരാഗി ആയിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണെന്നാണെന്ന് ഞാൻ പറഞ്ഞായിട്ട് ഓർക്കുന്നത്. നിങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം
ഗ്രാമപഞ്ചായത്ത് അല്ലേ. സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിൻ്റെ സേവനം, റോബോട്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. റോബോട്ടിൻ്റെ, നമ്മളിപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന റോബോട്ട് അല്ലല്ലോ, അവിടെ ഇരിക്കുന്ന മനുഷ്യർ തന്നെയല്ലേ, ക്ലർക്ക് അല്ലേ. അപ്പോൾ പക്ഷേ റോബോട്ടിനെ കാണാം എവിടെ ചെന്നാലാണ് എലിക്കുളം പഞ്ചായത്ത്, എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ചെന്നാൽ അവിടെ റോബോട്ടിൻ്റെ സേവനം നമുക്ക് കാണാൻ പറ്റും. സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം. ആ പേര് കൊള്ളാം അല്ലേ, എലിക്കുളം എന്നുള്ളൊരു പേര് കൊള്ളാം അല്ലേ. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ ടെലഗ്രാം ചാനലിൽ വാട്സപ്പിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ പരീക്ഷകളെല്ലാം നടത്താറുണ്ട്. അതേപോലെ വിങ്സ് ഇന്ത്യ 2024 വേദി ഏതാണെന്നാണ്. വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദ് അല്ലേ. ഹൈദരാബാദ് ചിറക് വിരിച്ച് പറക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. വിങ്സ് ചിറക് അല്ലേ. വിങ്സ് ഇന്ത്യ ഹൈദരാബാദ് ചിറക് വിരിച്ച് പറക്കുന്നു 2024. ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ, നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർക്കാൻ വേണ്ടിയാണ് അല്ലെ. വിങ്സ് ഇന്ത്യ 2024 വേദി ഹൈദരാബാദ്. ഇൻഡസ് ഫുഡ് 2024 വേദി ഗ്രേറ്റർ നോയിഡയാണ്. ഇൻഡസ് ഫുഡ് 2024 വേദി ഗ്രേറ്റർ നോയിഡ. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളാണ് ഉഗ്രം. റൈഫിൾ അല്ലെ, റൈഫിൾ ഉഗ്രം. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യൻസ് ഈ പ്രതിരോധ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളാണ് ഉഗ്രം എന്ന് പറയുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളാണ് ഉഗ്രം. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പ്രവർത്തനം അല്ലേ. ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ അല്ലെ. എവിടെയാണ്? ആഴാകുളം, തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സ്ഥലം. ആഴാകുളം നമുക്ക് ഓർക്കാം. അപ്പം മത്സ്യഫെഡാണ് അല്ലെ, മത്സ്യം അല്ലെ. കുളത്തിൽ നിന്നാണല്ലോ മത്സ്യം പിടിക്കുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാം. കുളത്തിൽ നിന്ന് മാത്രമല്ല, പക്ഷെ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, കുളത്തിൽ നിന്ന് മത്സ്യഫെഡ് കുളത്തിൽ, ആഴാകുളത്തിൽ നിന്ന് മീൻ പിടിച്ചു. തിരുവനന്തപുരത്തെ ആഴാകുളത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ അത് വിതരണം ചെയ്യുന്നു എന്നോർക്കാം അല്ലെ. മത്സ്യഫെഡ് ആഴാകുളം, തിരുവനന്തപുരം ജില്ല ആഴാകുളം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ 2ാമത് അവാർഡിന് അർഹനായത് പുനലൂർ സോമരാജനാണ്. പുനലൂർ ഏതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ 2ാമത് അവാർഡിന് അർഹനായത് പുനലൂർ സോമരാജൻ അല്ലെ. ഇപ്പൊ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ സ്ഥലം ചേർത്തിട്ടുണ്ട്. പുനലൂർ സോമരാജൻ എന്ന് പറയുമ്പോഴും സ്ഥലം ചേർത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയല്ല. പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ മൈൻഡിലേക്ക് ഞാൻ ഈ പറഞ്ഞത് വന്നേക്കാം. അടുത്തൊരു ചോദ്യമാണ് 2024 ജനുവരിയിൽ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ്. ഞാൻ പറഞ്ഞു ചുഴലിക്കാറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് VSCക്ക് ഇത് ചോദിക്കുന്നത്. അപ്പോൾ 2024 ജനുവരിയിലാണ്, മഡഗാസ്കറിലാണ്. ആ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് അൽവാരോ അല്ലേ. അൽവാരോ 2024 ജനുവരിയിൽ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് അൽവാരോ അല്ലെ. മൊത്തം വാരിക്കൊണ്ട് പോയി കാണും ഈ ചുഴലിക്കാറ്റ് അല്ലെ. അൽവാരോ 2024 ജനുവരിയിൽ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് അൽവാരോ. നിങ്ങൾ ഇത് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഇത് കണ്ടുപഠിക്കുക. നിങ്ങളിത് റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, യൂട്യൂബിലെ മുകളിൽ റൈറ്റ് സൈഡിൽ മുകളിലുള്ള സെറ്റിംഗ്സിൽ 2x സ്പീഡിലിട്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആരുടെ വീഡിയോ ആണെങ്കിലും 2x സ്പീഡിലിട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയം ലാഭമായിരിക്കും. നിങ്ങൾ അങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നിങ്ങളുടെ ജോലിയും നടക്കും, പഠിത്തവും നടക്കും. 2024 ജനുവരിയിൽ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് അൽവാരോ. 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ വേദി അല്ലേ. എന്താണ്? 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ വേദി നാസിക്കാണ്. നാസിക് അല്ലേ. നാസിക് അത് ഓർക്കാൻ ഉണ്ട്. ഇപ്പം നാസിക് ഡോൾ എന്നും പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ, ഒരു ചെണ്ടക്കൊട്ട് നാസിക് ഡോള്. അപ്പോൾ യുവാക്കളല്ലേ അത് നിന്ന് കൊട്ടുന്നത്. അപ്പോൾ 27ാമത് ഇപ്പോൾ 27 വയസ്സുള്ള യുവാക്കളെ സങ്കല്പിക്കുക. 27 വയസ്സുള്ള യുവാക്കൾ നാസിക് ഡോൾ കൊട്ടുന്നു. അപ്പോൾ നാസിക് എന്നുള്ള സംഭവം കിട്ടും. യുവാക്കളാണ്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് നാസിക് ഡോൾ യുവാക്കൾ കൊട്ടുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ വേദി നാസിക്കാണ്. 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യചിഹ്നം ഷെക്കരു. എന്താണ്? ഷെക്കരു അല്ലേ. ഷെക്കരു 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഷെക്കരു. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP രശ്മി ശുക്ല അല്ലെ. രശ്മി ശുക്ല മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP ആണ് രശ്മി ശുക്ല അല്ലെ. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ DGP രശ്മി ശുക്ല. അടുത്തിടെ ശ്രീലങ്കയിലെത്തിയ ഇന്ത്യൻ നാവികസേനയുടെ ഫസ്റ്റ് അറ്റാക്ക് കപ്പൽ അതേതാണ്? INS കബ്ര അല്ലെ. നമ്മൾ കബ്രാൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പോർച്ചുഗീസ് നാവികൻ കബ്രാൾ. ഇതല്ല, INS കബ്രയാണ്. INS കബ്ര.
അപ്പോൾ എന്താണ് ഈ INS കബ്രയുടെ പ്രത്യേകത? INS കബ്രയുടെ പ്രത്യേകത എന്താ? അടുത്തിടെ ശ്രീലങ്കയിലെത്തിയ ഇന്ത്യൻ നാവികസേനയുടെ ഫസ്റ്റ് അറ്റാക്ക് കപ്പലാണ് INS കബ്ര. 2024 പ്രഖ്യാപിച്ച 2024 പ്രഖ്യാപിക്കുന്നത്. 2024 പ്രഖ്യാപിച്ച 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവാണ് PR കുമാര കേരളവർമ്മ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഒരു ഹരിവരാസനം പുരസ്കാരം പറഞ്ഞു അല്ലേ? അതാർക്കാണ് കിട്ടിയത് ഓർക്കുന്നുണ്ടോ? ഹരിവരാസനം പുരസ്കാരം ഞാൻ പറഞ്ഞു. ഹരിവരാസനം അല്ലേ, ഹരിവരാസനം പാടുന്നത് നമ്മുടെ ശബരിമലയിലാണ് അല്ലേ, സ്വാമി അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ വീരമണി എന്ന് പറയുന്നത്, വീരമണി കണ്ഠൻ എന്ന് പറയുന്നത് സ്വാമി അയ്യപ്പൻ്റെ മറ്റൊരു പേരാണ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഹരിവരാസനം പുരസ്കാരം ലേറ്റസ്റ്റ് കിട്ടിയത് ആർക്കാണെന്നും പറഞ്ഞു. ആർക്കാണ്? വീരമണി ദാസിന് അല്ലേ. അപ്പോൾ അന്നേരം പറഞ്ഞു സ്വാതി സംഗീത പുരസ്കാരം അല്ലെ, ഇതൊക്കെ തെറ്റിപ്പോകുന്നതാണ്. അപ്പോൾ 2021 സ്വാതി സംഗീത പുരസ്കാരം കൊടുക്കുന്നത് ഇപ്പോഴാണ് 2024 അല്ലേ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് വരുവൻ അല്ലേ. PR കുമാര കേരളവർമ്മയ്ക്കാണത് കിട്ടിയിട്ടുള്ളത് അല്ലേ. PR കുമാര കേരളവർമ്മയ്ക്കാണ് സ്വാതി സംഗീത പുരസ്കാരം. PR കുമാര കേരളവർമ്മ, സ്വാതി സംഗീത പുരസ്കാരം PR കുമാര കേരളവർമ്മ അല്ലെ. സ്വാതി സംഗീത പുരസ്കാരം 2024 PR കുമാര കേരളവർമ്മ. 2023 ഓടക്കുഴൽ അവാർഡിന് 53ാമത് അവാർഡാണ് കേട്ടോ. അപ്പോൾ 23 53ാമത് അവാർഡ്, ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? PN ഗോപികൃഷ്ണന് അല്ലേ. അദ്ദേഹത്തിന് ഇതിന് അർഹനാക്കിയ കൃതിയാണ് കവിത മാംസഭോജിയാണ്. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ, അടുത്ത് വരാൻ പോകുന്ന പരീക്ഷയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. 2023 ഓടക്കുഴൽ അവാർഡ് 2024 കൊടുക്കുന്നത് അല്ലേ. ഇത് 53ാമത്തെ അവാർഡാണ്. അവിടെ ഓർത്തിരിക്കുകയല്ലേ, 23 53. 2023 ഓടക്കുഴൽ അവാർഡ് 53ാമത് അവാർഡാണ്. എനിക്ക് ഇത് വളരെയധികം സാധ്യത തോന്നുന്നുണ്ട്. ഒന്നെങ്കിൽ ഇത് കിട്ടിയ കൃതി ഏതെന്ന് ചോദിക്കാം. കവിത മാംസഭോജിയാണ് അല്ലേ, കവിത മാംസഭോജിയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് PN ഗോപികൃഷ്ണൻ. ഇതൊന്ന് നോട്ട് ചെയ്തോണം, പ്രത്യേകം നോട്ട് ചെയ്തോണേ. അടുത്തിടെ US വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമാണ് പെരഗ്രിൻ മിഷൻ 1. അടുത്തിടെ US വിക്ഷേപിച്ച, US ആണ് കേട്ടോ, US അടുത്തിടെ US വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം അല്ലെ, ചന്ദ്രനിലേക്കുള്ള ലാൻഡിംഗ് അല്ലെ, ചന്ദ്രനിലേക്കുള്ള ലാൻഡിംഗ് മിഷനാണ്. ഏതാണ്? പെരഗ്രിൻ മിഷൻ 1. അപ്പോൾ പെരഗ്രിൻ മിഷൻ 1 ചന്ദ്രനിലേക്ക് വിട്ട ഒരു മിഷനാണ് അല്ലേ. പെരഗ്രിൻ മിഷൻ 1 ആരുടെയാണ്? യുഎസിൻ്റെതാണ് പെരഗ്രിൻ മിഷൻ 1, യുഎസിൻ്റെതാണ്. അടുത്ത ഒരു പോയിന്റ് നോക്കാം. ഹൈഡ്രോകാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന അല്ലെ. ഹൈഡ്രോകാർബൺ ഗയാന കിട്ടിയോ? ഹൈഡ്രോകാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം കസാക്കിസ്ഥാനാണ് അല്ലെ. ഹിമപ്പുലി, കസാക്കിസ്ഥാൻ അല്ലെ. കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന മഞ്ഞ് മേഖലയുള്ള സ്ഥലമാണല്ലോ, മഞ്ഞ് മേഖലയാണല്ലോ കസാക്കിസ്ഥാൻ. മഞ്ഞ് മേഖലയാണ് കസാക്കിസ്ഥാൻ. നിങ്ങൾ മാപ്പ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഹിമപ്പുലി ആണല്ലോ കാണാൻ സാധ്യത. ഹിമപ്പുലി. അപ്പോൾ ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം കസാക്കിസ്ഥാനാണ്. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിനെ കുറിച്ച് 4 പോയിന്റ് അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന അതിഥി എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മക്രോൺ ആയിരുന്നു. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആണ്. ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയെ നമ്മൾ പഠിച്ചു, ഗബ്രിയേൽ അറ്റാൽ അല്ലെ. ഇപ്പൊ പറയുന്നത് ഡിജിറ്റൽ ഷെങ്കൻ വിസ. ഈ വിസ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ്. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. ഡിജിറ്റൽ ഷെങ്കൻ വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ പരീക്ഷയെല്ലാം ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ട് നടത്താറുണ്ട്. നിങ്ങൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെയൊക്കെ പരീക്ഷ നമ്മൾ നടത്താറുണ്ട്. അതും നല്ലതാണ്. ഇത് പഠിച്ചതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഓഡിയോ ക്ലാസ്സുകളൊക്കെ സമയം കിട്ടുന്നത് പോലെ അതിൽ ഓഡിയോ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ അവിടെ ഇടാറുണ്ട്. പിന്നെ പോളൊക്കെ ഉണ്ട്, നിങ്ങൾക്കതൊക്കെ നോക്കാം.
അതേപോലെ അടുത്തൊരു പോയിന്റാണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യമാണ് മാലദ്വീപ് അല്ലെ. മാലദ്വീപിന്റെ പ്രസിഡന്റ് ആരാണ്? മുഹമ്മദ് മുയിസു ആണ്. മാലദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. അദ്ദേഹം ചൈന അനുകൂലിയായിട്ടുള്ള ഒരു പ്രസിഡന്റാണ് അല്ലെ. അദ്ദേഹം അധികാരത്തിൽ വന്നതിന്റെ പുറകെയാണ് ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളൊക്കെ വന്നത്. നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു അവർക്ക് അല്ലെ. അതാണ് മാലദ്വീപ് അല്ലെ. മാലദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ബംഗ്ലാദേശിന്റെ നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി അല്ലെ. 5 പ്രാവശ്യം അവര് പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയയാണ്. നമുക്ക് പണ്ട് തൊട്ടേ അറിയാം ഈ ദക്ഷിണ കൊറിയ എന്ന് പറയുന്ന രാജ്യം അല്ലെ നായമാംസം കഴിക്കുകയാണ്. അവരുടെ ചില യൂട്യൂബിലെ വീഡിയോ ഒക്കെ നോക്കിയാൽ നായ ഇങ്ങനെ വറുത്ത് മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന കാണാമായിരുന്നു പണ്ടത്തെ വീഡിയോ. അപ്പോൾ അവർ അതെന്ത് ചെയ്തു? അവരിപ്പോൾ അത് നിരോധിച്ചിട്ടുണ്ട്. നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ അല്ലെ. ദക്ഷിണ കൊറിയ. അപ്പോൾ ദക്ഷിണ കൊറിയയിൽ നായമാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ദക്ഷിണ കൊറിയ. അടുത്തിടെ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് കേട്ടോ. അടുത്തിടെ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. ഇത് ഓർത്തിരിക്കാൻ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ചൈനക്കാർ പൊതുവെ അല്ലെ ആൾക്കാർ ഭയങ്കര ആക്റ്റീവാണ്. അവർ ഐൻസ്റ്റീൻ്റെ പേരെടുത്തിട്ടിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ നമ്മൾ സാധാരണ കേൾക്കാത്തതാണ്. സാധാരണ ചൈനയുടെ എന്തെങ്കിലും പ്രോഡക്റ്റോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ചൈനീസ് ടച്ച് അതിൽ വരാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നോക്കിയാൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹമാണ് അല്ലെ. ഐൻസ്റ്റീൻ പ്രോബ് ഇത് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ആ പേര് മാറ്റം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തിടെ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. പ്രഥമ അണ്ടർ-19 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് അല്ലെ. ആദ്യമായിട്ട് നടക്കാൻ പോവാണ് അല്ലെ. അണ്ടർ-19 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അണ്ടർ-19 വുമൺസ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേദിയാവുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് സമീപകാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോറാണ്. ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് സമീപകാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോർ. 2024 ബ്രിക്സ് സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യയാണ്. റഷ്യ 2024 സംഘടനയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യയാണ്. ബ്രിക്സിന്റെ അധ്യക്ഷ പദവി 2024 വഹിക്കുന്ന രാജ്യം റഷ്യയാണ്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ. US, സോവിയറ്റ് യൂണിയൻ, ചൈന, ഇന്ത്യ എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ. US അല്ലെ. അതൊക്കെയാണ് മറ്റ് രാജ്യങ്ങൾ. US ഉണ്ട്, സോവിയറ്റ് യൂണിയൻ ഉണ്ട്, അതേപോലെ ചൈനയുണ്ട്, ഇന്ത്യ ഉണ്ട്. ഇതിന് ശേഷമാണ് 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ വരുന്നത് അല്ലെ. ജപ്പാൻ 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ഏത് അസുഖമാണ്? മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കാബോ വെർദെ. 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കാബോ വെർദെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും പഠിക്കാം. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഇത് ക്ലാസ് എനിക്ക് തോന്നുന്നു അരമണിക്കൂർ വെച്ചെടുത്താലൊന്നും തീരത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മാസത്തേത് ഫുൾ എടുത്ത് തീർക്കണം, അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അല്ലാണ്ട് വലിയ ലെങ്തി വീഡിയോ ഇട്ടാൽ നിങ്ങളത് കണ്ടില്ലെങ്കിൽ അത് പ്രയോജനപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കട്ട് ചെയ്തിടാം. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ലെങ്തി ആയിട്ടാണ് വേണ്ടതെങ്കിൽ 1 മാസത്തെ ഫുള്ള് ഒറ്റയടിക്കിടാം, അല്ലെങ്കിൽ 2 ആയിട്ടിടാം. നിങ്ങൾ പറയുക 1 മണിക്കൂറോ ഒക്കെ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക, ടെലഗ്രാമിൽ ഫോളോ അപ്പ് ചെയ്യുക. താങ്ക് യു.